Good afternoon, students. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 8th ചാപ്റ്റർ ആണ്, ജോയിനിങ് പാർട്സ് ആണ്. അതിൽ നമ്മൾ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അതിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കി. ഇൻ ഈച്ച് പെയർ ഓഫ് സർക്കിൾസ് ബിലോ ഇഫ് ദ കളേർഡ് പാർട്സ് ആർ ജോയിൻ ടുഗെദർ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഡു വി ഗെറ്റ്? അതായത് നമ്മൾ ഈ കളേർഡ് പോർഷൻ ഒന്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫ്രാക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക, ആ സർക്കിളിൽ ഏത് ഫ്രാക്ഷനാണ് കിട്ടുക എന്ന്. അപ്പോൾ നമ്മൾ ആ ബോക്സിൽ കറക്റ്റായിട്ട് എഴുതണം. നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ഞാൻ ചെയ്തു തരാം. ഫസ്റ്റത്തെ പ്രോബ്ലത്തിൽ ഈ കളേർഡ് പാർട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫ്രാക്ഷൻ്റെ 1/3 പോർഷനാണ്. ഈ കളർ പോർഷൻ 1/3 പോർഷനാണ്. ഇനി ഇതെന്ന് പറയുന്നത് കളേർഡ് പോർഷൻ എന്ന് പറയുന്നത് ടോട്ടൽ പാർട്സ് എത്രയാണ്? 1 2 3 4 5 6. അപ്പോൾ ടോട്ടൽ 12 പാർട്സ് ഉണ്ട്. അപ്പോൾ 12 പാർട്സിൽ എത്ര പാർട്ടാണ് കളർ ചെയ്തിരിക്കുന്നത്? 5 പാർട്ടാണ് കളർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അഡീഷൻ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, ആദ്യത്തെ പോർഷൻ 1/3 എന്ന് എഴുതാം. രണ്ടാമത്തെ സർക്കിളിൻ്റെ ഫ്രാക്ഷൻ 5/12 എന്ന് എഴുതാം. ഇത് രണ്ടും കൂടി കൂട്ടാൻ നമുക്ക് ഇതിനെ ആദ്യം ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ആദ്യം 1/3 ഞാൻ എടുത്തിടുകയാണ്, പ്ലസ് 5/12 എന്ന് സെപ്പറേറ്റ് എടുത്തിടുകയാണ്. ഇതിനെ ഈ 3നെ ഈ 12 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് ഞാൻ. മേലെയും താഴെയും ഇൻറ്റു 2 ചെയ്യുകയാണ്. ഇവിടെയും 12നെ ഈ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്. ഇൻറ്റു 3 എന്ന് എഴുതാണ്. അതിനുശേഷം നമുക്കിത് ഇൻറ്റു ചെയ്യേണ്ട സോൾവ് ചെയ്യാം. 1 × 12 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 3 × 12 36 ആണ്. പ്ലസ് 5 × 3 15 ആണ്. ഡിവൈഡഡ് ബൈ 12 × 3 36. അത് നമ്മളിവിടെ എഴുതാൻ പോവുകയാണ്. 12/26 എന്നാക്കാൻ പോവാണ്. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി ഇവിടെ 15/36 എന്ന് എഴുതാം. ഇനി ഇത് രണ്ടും കൂടി ഡിനോമിനേറ്റർ സെയിം ആയ സ്ഥിതിക്ക് നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ പ്ലസ് ചെയ്യാം. 12 + 15 എത്രയാണ്? 27 ആണ്. 27/36 ആണ്. ഇത് കോമൺ ആയിട്ട് ഒരു ഫാക്ടറിൽ പോവോ? ഏതാണ് ഇതിൽ കോമൺ ആയിട്ട് ഒരു ഫാക്ടറിൽ പോവോ നോക്കാം. 27/36നെ 27 3ന്റെ മൾട്ടിപ്ലിക്കേഷനിലും ഉണ്ട്, 36ഉം 3ന്റെ മൾട്ടിപ്ലിക്കേഷനിലുണ്ട്. 27 9 പ്രാവശ്യം പോവും, 36 എത്ര പ്രാവശ്യം പോവും? 12 പ്രാവശ്യം പോവും. നമുക്കിതിനെ വീണ്ടും ഡിവൈഡ് ബൈ 3 ചെയ്ത് നോക്കാം. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 12നെ ഡിവൈഡ് ബൈ 3. ഇതിന് ലോവസ്റ്റ് ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 9 ഡിവൈഡ് ബൈ 3 3 ആണ്. 12 ഡിവൈഡ് ബൈ 3 4 ആണ്. അപ്പോൾ 3/4 എന്നതാണ് ലാസ്റ്റത്തെ ഉത്തരം. ഇതുപോലെ നിങ്ങൾ അടുത്തത്തെ 2 കണക്കും ഇതുപോലെ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് പേജിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അഡീഷൻ തന്നെയാണ്. അപ്പോൾ കമ്പ്യൂട്ട് ദ സംസ് ബിലോ. ഇപ്പോൾ അതിൽ നമ്പേഴ്സ് തന്നിരിക്കുന്നത്, ഫിഗേഴ്സ് ഇല്ല. അപ്പോൾ അതിൻ്റെ സം എങ്ങനെയാണ് കാണാൻ നോക്കാം. ആദ്യത്തെ ടീച്ചർ കാണിച്ചു തരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1/4 + 1/8 ആണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1/4 + 1/8 ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 8 കൊണ്ട് 4നെ ഇൻറ്റു ചെയ്യണം. മേലെയും താഴെയും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും. അതുപോലെ 8നെ ഈ 4 കൊണ്ടും ഇൻറ്റു ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാക്കാം. മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 8 8 ആണ്. ഡിവൈഡഡ് ബൈ 4 × 8 എത്രയാണ്? 32 ആണ്. ഓക്കെ, പ്ലസ് ഇത് 1 × 4 4 ആണ്. 8 × 4 32. ഇത് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയ സ്ഥിതിക്ക് മേലത്തുള്ള രണ്ടെണ്ണത്തിനെയും ഡിവൈഡ് ചെയ്യാം. 12 ഡിവൈഡഡ് ബൈ 32. ഇനി ഇത് ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണ്? 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണോ എന്ന് നോക്കണം. അത് നമുക്ക് ആദ്യം ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. 4 തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ അത് കുറച്ചും കൂടി ഇതായിപ്പോവും. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അത് വരുന്നുണ്ടല്ലോ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 3 ആണ്. 32 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 3/8 ആണ് ആദ്യത്തെ ഉത്തരം. സിംപ്ലിഫൈ ഫോം ആക്കാനാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യുന്നത് സെയിം ഡിനോമിനേറ്റർ ആക്കാനാണ്. അതുപോലെ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് സമ്മോ സംസ്. കുറച്ചും കൂടി സമ്മുകൾ, അതായത് കുറച്ചും കൂടി അഡീഷൻസ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇതിങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്നത് എ ജാർ കണ്ടെയ്ൻസ് 3/4 ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്ക്.
അതായത് ഒരു ജാറിൽ 3/4 ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്ക്, ഒരു മിൽക്കിൻ്റെ 3/4 ഉണ്ട് എന്നാണ് പറയുന്നത്. 1/2 ലിറ്റർ മിൽക്ക് ഈസ് പോർഡ് ഇൻ ടു ഇറ്റ്. പിന്നെ എന്ത് ചെയ്തു അവർ, ഒരു 1/2 ലിറ്ററും കൂടി അതിൽ ഒഴിച്ചു. ഹൗ മച്ച് മിൽക്ക് ഡസ് ഇറ്റ് കണ്ടെയ്ൻ നൗ? അതായത് ആദ്യം 3/4, അതായത് 3/4 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അതിനുശേഷം 1/2 ലിറ്ററും കൂടി ഒഴിച്ചു. 1/2 മിൽക്കാണ്, ലിറ്റർ ഓഫ് മിൽക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര മിൽക്ക് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് കാഷ്വലായിട്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് ദ 1/2 ലിറ്റർ ഈസ് പോർഡ് സെപ്പറേറ്റ്ലി എ ക്വാർട്ടർ ഓഫ് എ ലിറ്റർ അറ്റ് എ ടൈം. അതായത് ഈ 1/2 ലിറ്റർ ഒഴിക്കുന്നുണ്ടല്ലോ, ആ ഒഴിക്കുന്നത് 1/4 ഭാഗമായിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ, 2 പ്രാവശ്യം 1/4 ഭാഗമായിട്ട് ഒഴിക്കുന്നതുണ്ടെങ്കിൽ വെൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ലിറ്റർ ഈസ് പോർഡ് ഇൻ, ആദ്യത്തെ 1/4 ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിക്കുക, 1 ലിറ്റർ ആവും കറക്റ്റായിട്ട്. ആ ജാറിലുള്ള ആദ്യം 3/4 അല്ലേ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു 1/4 ഭാഗം കൂടി ചേർത്ത് കഴിഞ്ഞാൽ എത്രയാണ്, 1 ആവും അല്ലേ. പിന്നെയും 1/4 ആണ് ഒഴിക്കാൻ പോകുന്നത്, ഹാഫത്തെ 1/4. വെൻ അനദർ ക്വാർട്ടർ ഓഫ് എ ലിറ്റർ ഈസ് പോർഡ് ഇൻ, ഇറ്റ് കണ്ടെയ്ൻസ് 1.25 ലിറ്റേഴ്സ് and 1.25 ലിറ്റേഴ്സ് ആവും. അപ്പോൾ അത് എങ്ങനെയാണ് കാണിച്ചു തരാം. നോക്കൂ, ആദ്യം 3/4 ആണ് ആ കുപ്പിയിലുണ്ടായിരുന്നത്, പിന്നീട് 1/2 ലിറ്റർ ആണ് ഒഴിച്ചത്. ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകണം, ഈ 1/2നെ 1/4 + 1/4 ക്വാർട്ടർ ആയിട്ട് ഒഴിക്കാൻ പോവാണ്. 3/4 അവിടെ ഇരിക്കട്ടെ. ഇത് മാത്രമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. 3/4ൻ്റെ കൂടെ ആദ്യം ക്വാർട്ടർ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. പിന്നെ ഈ 1ൻ്റെ കൂടെയാണ് പിന്നീടും 1/4, അതായത് ക്വാർട്ടർ ചെയ്യുമ്പോൾ നമുക്ക് 1 + 1/4 എന്ന് പറയുന്നത് 1/4 ആയിട്ട് എഴുതാം എന്നാണ് ഇതിൽ പറയുന്നത്. വാട്ട് ഇഫ് വി ഡു ദിസ് ബൈ മേക്കിംഗ് ദ ഡിനോമിനേറ്റർ സെയിം ആസ് ബിഫോർ? ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ നോക്കാം. 3/4ൻ്റെ കൂടെ 1/2 അല്ലേ ആഡ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മളുടെ ഡിനോമിനേറ്ററിലെ ഒപ്പമാക്കാം, നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇവിടെ 4 ആക്കാൻ 2ൻ്റെ കൂടെ എത്ര ചെയ്യണം, 2 × 2 ചെയ്യണം. താഴെയും മേലെയും × 2 ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റും. അതാണ് ഇവിടെ 1 × 2 2ഉം 2 × 2 4 എന്നും. അപ്പം നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാനുള്ള ഒരു സൂത്രം കിട്ടി. ചിലതിൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് 2 ഭാഗത്തും അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യുന്നത്. ഓക്കെ, ഇനി 3/4 + 2/4 ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആയ സ്ഥിതിക്ക് ന്യൂമറേറ്റർ നമ്മൾ പ്ലസ് ചെയ്ത് 5/4 എന്ന് കിട്ടും. ഓക്കെ, ഈ 5/4 തന്നെയാണ് 1/4 എന്ന് പറയുന്നത്. 1/4 എങ്ങനെ 5/4 ആയി എന്നാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് 3/4 ഓഫ് എ ലിറ്റർ ഈസ് ആഡഡ് ടു 3/4 ഓഫ് എ ലിറ്റർ ഇറ്റ് സെൽഫ്. അതായത് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 3/4 ഓഫ് എ ലിറ്ററിന് കൂടെ പിന്നെയും 3/4 ലിറ്റർ തന്നെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ 3/4 അവിടെ തന്നെ ഇരിക്കട്ടെ. രണ്ടാമത്തെ 3/4നെ അവർ ആദ്യം ആഡ് ചെയ്തത്, ആദ്യം ക്വാർട്ടറാണ് ആഡ് ചെയ്തത്. ക്വാർട്ടർ + 1/2 ആണല്ലോ 3/4. അപ്പോൾ ആദ്യം ആഡ് ചെയ്തത് ക്വാർട്ടറാണ്, പിന്നീടാണ് 1/2 ആഡ് ചെയ്യുക. അപ്പോൾ 3/4 ആയി. ഈ ക്വാർട്ടറും 3/4ഉം കൂടി നമ്മൾ എന്താക്കാം, 1 ആക്കാം. ബാക്കി 1/2 ആണുള്ളത്. അപ്പോൾ എത്രയാണ്, 1/2 എന്ന ആൻസർ കിട്ടി. ഡ്രോ 2 സർക്കിൾ ഓഫ് സെയിം സൈസ്. 2 സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരേപോലെയുള്ള 2 സർക്കിൾ. കളർ 1/2 ഓഫ് ദ ഫസ്റ്റ് സർക്കിൾ. ആദ്യം 1/2 കളർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് 2/3 ഓഫ് ദ സെക്കൻഡ് സർക്കിൾ. 2/3 എന്ന് പറഞ്ഞാൽ 3 ഭാഗമാക്കിയാൽ 2 ഭാഗം കളർ ചെയ്യുക, അതിനാണ് 2/3 എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ സർക്കിളിൽ അതുപോലെ ചെയ്യണം. ഇനി ഇഫ് ദ സർക്കിൾ പാർട്സ് ആർ കട്ട് ഔട്ട് ആൻഡ് ജോയിൻ ടുഗെദർ. ഇതിനെ നമ്മൾ ഈ സർക്കിളിനെ വീണ്ടും കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതേ ലെവൽ, അതേ സർക്കിൾ, അതേ കളറാണ്, പക്ഷേ അത് രണ്ടാമത്തെ പൊസിഷനിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ അതിനെ കട്ട് ചെയ്യുകയാണ് സർക്കിളിനെ. ഇറ്റ് മേക്സ് മോർ ദാൻ എ ഫുൾ സർക്കിൾ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫുൾ സർക്കിളിനെയും കാട്ടി കൂടുതലായി മാറും അല്ലേ. സപ്പോസ് വി കട്ട് ദം ലൈക്ക് ദിസ്. ഇപ്പോൾ താഴെ രണ്ടാമത്തെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ആയിട്ട് തന്നെ കളർ റെഡ് കളറിലെ 1/2 തന്നെയാണ്, പക്ഷേ അത് 6 പാർട്സ് ആയിട്ട് മറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 6 പാർട്ടിൽ കളർ കൊടുത്തിരിക്കുന്നത് എത്രയായിട്ട് മാറും, 3/6 ആയി മാറും. ഇനി അതേപോലെ ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നത് ആദ്യം 2/3 ആയിരുന്നു, ഇപ്പോൾ അത് എന്തായി മാറി, 4/6 ആയി മാറി. രണ്ടും സെയിം തന്നെയാണ്. ഇനി നെക്സ്റ്റ് പേജിലാണ് അതിൽ തരുന്നത്. വി ക്യാൻ ജോയിൻ ദ പീസസ് ടു മേക്ക് എ ഫുൾ സർക്കിൾ. ഇത് ഒന്നും കൂടി അവർ 2 കളർ പോർഷനെ അവർ ഫുള്ളായി ജോയിൻ ചെയ്യാൻ പോണ്. ജോയിൻ ചെയ്യുമ്പോൾ ഫുൾ സർക്കിളായി മാറും. ആ ഗ്രീൻ പോർഷൻ ആ ആദ്യത്തെ 3 സെക്ഷനിൽ കൊടുത്താൽ ഒരു ഫുൾ സർക്കിളായി, പിന്നെ ഒരു സെക്ഷനും കൂടി അത് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എ പീസ് ലെഫ്റ്റ് ഓവർ ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതാം. ആദ്യം 1/2ൻ്റെ കൂടെ 2/3 ആഡ് ചെയ്തു. ഓക്കെ, 1/2 + 2/3, അതായത് ഇതാണ് 1/2, ഇതാണ് 2/3. 2/3 പറഞ്ഞാൽ അത് ഈ 2/3 നമ്മൾ
ഈ ഭാഗത്ത് കാണുന്ന ഈ 2/3നെയാണ് ഇതിലോട്ട് ജോയിൻ ചെയ്യുന്നത്. ഇതിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്യണു, നമുക്ക് ആദ്യം ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ഓക്കെ, നമ്മളിതിന് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ ഇൻറ്റു 3 ചെയ്യണം. 2 × 3 താഴെയും മേലെയും ഇൻറ്റു 3 ചെയ്യണം. ഇവിടെ 2/3നെ നമ്മൾ 2 കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 3/6 എന്ന് പറയും. ഇവിടെ 2/3 എന്ന് പറയുന്നത് 2 × 2 4ഉം 3 × 2 6ഉം ആയി വരും. ഇനി നമുക്കിത് തമ്മിൽ പ്ലസ് ചെയ്യാം. സെയിം ഡിനോമിനേറ്റർ ആക്കി മേൽഭാഗത്തുള്ള 3 + 4 7/6. ഈ 7/6നെ നമുക്ക് എന്ത് ചെയ്യണം, 1/6. ഇതെങ്ങനെ 1/6 കിട്ടുന്നതെന്ന് വെച്ചാൽ ഫിഗർ നോക്കിയിട്ടാണ് 1/6 കിട്ടിയത്. അതായത് ഇത് കണ്ടോ, 7/6ന് ഒരു ഭാഗമുണ്ട്, അത് ഫുൾ സർക്കിൾ ഉണ്ട്, അതുകൊണ്ട് 1. പിന്നെ 6 പാർട്ടിൽ ഒരു ഭാഗമാണ് ഇത്. അല്ലാതെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 7/6നെ എങ്ങനെ ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാം എന്നുള്ളത്. 7നെ /6 ചെയ്ത് നോക്കുക. എന്നിട്ട് 7ൽ 6 എത്ര പ്രാവശ്യം പോകും, ഒരു പ്രാവശ്യമേ പോവുള്ളൂ. 6 × 1 6 ആണ്. ബാലൻസ് നമ്മൾ മൈനസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ 7 - 6 എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത് 1. അതായത് ഈ കോഷ്യൻറ്റിന് 1 എഴുതണം, പിന്നെ റിമൈൻഡർ ബൈ ഡിവൈസർ. അങ്ങനെയാണ് 1/6 കിട്ടിയത്. ക്ലിയർ ആയില്ലേ? ഇനി അനദർ പ്രോബ്ലം ഉണ്ട്, അതും കൂടി എന്താ ശ്രദ്ധിക്കാം. അനൂപ് ആൻഡ് ഹിസ് ഫാദർ വെൻ ടു ബൈ ക്ലോത്ത് ഫോർ ഷർട്ട്സ്. അതായത് ഷർട്ട് അടിക്കാൻ വേണ്ടി, തുണി വാങ്ങാൻ വേണ്ടി അനൂപും ഫാദറും ഷോപ്പിലേക്ക് പോയി. 1.5 meters ഫോർ അനൂപ് ആൻഡ് 2.25 meter ഫോർ ഹിസ് ഫാദർ. അതായത് അനൂപിന് വേണ്ടിയിട്ട് 1.5 മീറ്ററും അച്ഛന് വേണ്ടിയിട്ട് 2.25 മീറ്ററാണ് വാങ്ങിച്ചത്, ഒരാളെന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ക്ലോത്ത് ദേ ഷുഡ് ബൈ. ടോട്ടൽ എത്ര ലെങ്ത്ത് ക്ലോത്താണ് അവർക്ക് വാങ്ങേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാൻ മതി. നമുക്കത് പ്ലസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. വി ക്യാൻ കാൽക്കുലേറ്റ് ദിസ് ലൈക്ക് ദിസ്. 1 and 2 makes 3, 1/2 and 1/4 makes 3/4, 3 and 3/4 in all. അതായത് ആദ്യം നമുക്ക് ഇവരുടെ നമ്പർ മാത്രമായിട്ട് കൂട്ടാം. 1ഉം 2ഉം അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടും. അതിനുശേഷം എന്താണ്, ഹാഫും ക്വാർട്ടറും കൂട്ടി ചെയ്താൽ 3/4 ആവും. അപ്പോൾ 3/4 ആണ് ആൻസർ കിട്ടേണ്ടത്. പക്ഷേ നമ്മൾ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് രീതി ചെയ്ത് നോക്കാം. ഇതാണ് 1.5ഉം 2 1/4, 2 ക്വാർട്ടറും. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാണ്. അതിനെ 1/2നെ 1 + 1/2 എന്നും 2 1/4നെ 2 + 1/4 എന്നും എഴുതി. അതിനുശേഷം ഈ നമ്പർ പാർട്ടുകളിനെ ആദ്യം ഒന്നിച്ചു കൊണ്ടുവന്നു, ഫ്രാക്ഷൻ പാർട്ടുകളിനെ ഒരു ഭാഗത്ത് കൊണ്ടുവന്നു. ഇനി നമ്പർ പാർട്ട് മാത്രമായിട്ട് പ്ലസ് ചെയ്യുക. ഇനി ഫ്രാക്ഷൻ പാർട്ട് മാത്രമായിട്ട് പ്ലസ് ചെയ്യുമ്പോൾ 1/2 + 1/4. അതായത് 1/2നെ നമുക്ക് എന്താക്കാം, ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി ഇൻറ്റു 2 എന്ന് ഈ ഒരു ഭാഗത്തിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ 2/4 + 1/4 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടി. അതാണ് 3/4. 3 + 3/4 എന്ന് പറയുന്നത് തന്നെയാണ് 3/4 എന്ന് പറയുന്നത്. ഓക്കെ, ദർ ഈസ് അനദർ വേ. ഒരു വേയും കൂടി ഉണ്ട്, വേറൊരു വഴിയും കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. 1/2നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുകയാണ്. എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക? 2 × 1 + 1 / 2 ആക്കി മാറ്റുകയാണ്. ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ത് ചെയ്യാം, ആദ്യം ഇത് രണ്ടും കൂടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതായത് 1 × 2, അതായത് 2 × 1 1 × 2. അതിൻ്റെ കൂടെ പ്ലസ് ഈ മേൽഭാഗത്തുള്ള 1 / 2 ചെയ്താൽ നമുക്ക് ഏത് ആൻസർ കിട്ടും? 3/2 കിട്ടും. അതുപോലെ തന്നെ 2 1/4നെയും അതേപോലെ നമുക്ക് 2 × 4 അല്ലെങ്കിൽ 4 × 2 8 ആണ്. 8 + 1 9 എഴുതി /4 ചെയ്യുക. 9/4 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് കിട്ടിയതിനെ പ്ലസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി 1/2 + 2 1/4നെ എങ്ങനെ കിട്ടി? 3/2 എന്നും 9/4. അത് രണ്ടും കൂടി പ്ലസ് ചെയ്യാണ്. സെയിം ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി ഇതിനെ × 2 ചെയ്തു. ഇതിനെ ഇൻറ്റു 2 മേലെ ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യുമ്പോൾ 3 × 2 6ഉം 2 × 2 4ഉം ആണ്. 6 + 9 15 ആണ്. 4 + 4 4 ആണ്. ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ സാധിക്കുമോ നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 15നെ /4 ചെയ്ത് നോക്കാം. ഇനി മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുകയാണ്. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം പോവും. 12ൽ ബാലൻസ് 3 ആണ്. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോണത് 3, പിന്നെ റിമൈൻഡർ മേലെ ഇതും 3/4. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ലേ 3/4 എന്ന്.